പ്രകൃതിയുടെ വീണ്ടെടുപ്പിനായി നീലേശ്വരം പടിഞ്ഞാറ്റൻകുഴുവലിലെ തണൽ കൂട്ടായ്മ നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ മാതൃകയാകുന്നു. വീണ്ടും ഒരു പരിസ്ഥിതി ദിനം കൂടി വന്നെത്തുമ്പോൾ ഇവരുടെ സേവനം കൂടുതൽ ശ്രദ്ധേയമായി മാറുകയാണ്. This news sponsored by Manual Silks, Mega Mall, Main Road, Kanyanad. Also at Kannur, Irati and Pattambi. 22 വർഷങ്ങൾക്ക് മുമ്പാണ് 25ഓളം ആളുകൾ ചേർന്ന് നീലേശ്വരം പടിഞ്ഞാറ്റൻകുഴുവൽ കേന്ദ്രീകരിച്ച് തണൽ എന്ന പേരിൽ ഒരു കൂട്ടായ്മ രൂപീകരിച്ചത്. കേന്ദ്ര സംസ്ഥാന ജീവനക്കാർ, ആരോഗ്യ പ്രവർത്തകർ, കോളേജ്, സ്കൂൾ അധ്യാപകർ തുടങ്ങി സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിലുള്ളവർ ഇക്കൂട്ടത്തിലുണ്ട്. സേവനത്തിലെ വ്യത്യസ്തതയിലൂടെയും ആത്മാർത്ഥതയിലൂടെയും ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പൊതുജനങ്ങളുടെ ശ്രദ്ധയും അവരുടെ നിർലോഭമായ സഹകരണവും പിടിച്ചുപറ്റാൻ ഇവർക്ക് സാധിച്ചു. ഇങ്ങനെ വളരെ വേഗത്തിൽ തന്നെ സാമൂഹിക, സാംസ്കാരിക, ആരോഗ്യ സേവന മേഖലകളിലും പ്രത്യേകിച്ച് പരിസ്ഥിതി വിഷയത്തിലും ജാഗ്രതയോടെ ഇടപെടുന്ന സജീവ സാന്നിധ്യമായി തണൽ മാറി. പല പരിപാടികളിലും സൗജന്യമായി വൃക്ഷത്തൈകൾ വിതരണം ചെയ്യുന്ന അജണ്ട നടപ്പിലാക്കിയ ഈ സംഘടന മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളായി മാറിയിരുന്ന ഇടങ്ങളിലെ കാടും പുല്ലും വെട്ടിത്തെളിച്ച് വാഴ, കപ്പ, ചേന എന്നിവ കൃഷി ചെയ്ത് പുതിയ മാതൃക തീർത്തു. നീലേശ്വരം കോട്ടം ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിന്റെ കുളത്തോട് ചേർന്ന് കിടക്കുന്ന ഇടത്തെ ഔഷധോദ്യാനമാക്കി മാറ്റിയെടുത്തതാണ് ഇവരുടെ ഏറ്റവും പ്രശംസനീയമായ ഒരു പ്രവർത്തനം. നീലേശ്വരം കോട്ടം ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്ര കുളത്തിനോടനുബന്ധിച്ചുള്ള ഈ ഒരു ഔഷധങ്ങളും വൃക്ഷങ്ങളുടെ ഉദ്യാനം തണൽ 10 വർഷത്തോളമായി സംരക്ഷിച്ചു വരുന്നതാണ്. തണൽ പ്രവർത്തകർ തന്നെ നട്ട് വെള്ളമൊഴിച്ച് പരിപാലിച്ചു വരുന്നതാണ്. ഇവിടെ ഔഷധ സസ്യങ്ങളുണ്ട്, പച്ചക്കറി വൃക്ഷങ്ങളുണ്ട്, അതുപോലെ തന്നെ ഫലവൃക്ഷങ്ങളുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള വൃക്ഷങ്ങളും ഉള്ള ഒരു സ്ഥലമായി ഇതിനെ മാറ്റിയിരിക്കുകയാണ്. കുളത്തിലെ ജലത്തെ സംരക്ഷിക്കാനുള്ള ഒരു പ്രവർത്തനമായി തന്നെ നമ്മൾ ഇതിനെ കാണുന്നു. ഭൂമിക്ക് പച്ചപ്പണിയിക്കാനും ധാരാളം കിളികളും മറ്റും വരുന്നു. അതോടൊപ്പം ഇതിന്റെ ചുറ്റുമുള്ള മറ്റു പ്രദേശങ്ങൾ കൂടി നല്ല രീതിയിൽ വൃക്ഷങ്ങൾ വെച്ച് സംരക്ഷിക്കണമെന്നാണ് തണലിന്റെ ആഗ്രഹം. ശാസ്ത്രീയമായ നാമകരണവും നൽകിയിട്ടുള്ള ഈ ചെറുവനത്തിൽ മരങ്ങളെ അടുത്തറിയാനായി വിദ്യാർത്ഥികളും എത്താറുണ്ട്. പാരിജാതം, ചമത, ലക്ഷ്മി തരു, അശോകം, മന്ദാരം, കണിക്കൊന്ന, സ്വർണമല്ലി, ഇലഞ്ഞി തുടങ്ങിയ മരങ്ങളും വേപ്പ്, കറിവേപ്പ്, ഉങ്ങ്, കരിങ്ങാലി തുടങ്ങിയ സസ്യങ്ങളും പേര, നാവൽ, നെല്ലി, ബേർഡ്സ് ചെറി തുടങ്ങിയ ഫലവൃക്ഷങ്ങളും വെന്തുരുകുന്ന വേനൽ ചൂടിലും ഈ പൂങ്കാവനത്തിൽ പച്ചപ്പിന്റെ പന്തലൊരുക്കി തണലും കുളിരും പകരുന്നു. പലപ്പോഴും മദ്യക്കുപ്പികളും മാലിന്യങ്ങളും വലിച്ചെറിഞ്ഞ് കാടുമൂടി കിടക്കുന്ന ഒരു പ്രദേശമായിട്ടാണ് ഇത് ഉണ്ടായത്. ഇപ്പോൾ വർഷം തോറും 1-2 തവണ നമ്മൾ ഇത് ഇവിടെ വൃത്തിയാക്കി വളരെ നല്ല രീതിയിൽ സംരക്ഷിച്ചു വരുന്നു. മാത്രമല്ല കുട്ടികൾക്കും മറ്റും വന്ന് വിവിധ വൃക്ഷങ്ങളെ കുറിച്ച് പഠിക്കാനായി അത് മരങ്ങൾക്കൊക്കെ ബോർഡുകൾ തൂക്കിയിട്ടുണ്ട്. അതിന്റെ ശാസ്ത്രീയ നാമം എഴുതിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ഒരു ഔഷധ സസ്യോദ്യാനമായി ഇതിനെ നമ്മൾ മാറ്റിയിരിക്കുകയാണ്. സാമൂഹ്യദ്രോഹികളുടെ വിളയാട്ടം ഉൾപ്പെടെയുള്ള വെല്ലുവിളികളെ അതിജീവിച്ചാണിവർ വനവൽക്കരണത്തിലൂടെ പ്രകൃതിയെ വീണ്ടെടുക്കാനുള്ള നിസ്വാർത്ഥമായ സേവനം ഒരു ഉപാസനയെന്ന പോൽ തുടർന്നു വരുന്നത്. ബാക്കിയുള്ള പരിസരങ്ങളിലും നക്ഷത്ര വൃക്ഷങ്ങളടക്കം നട്ടുവളർത്തി ഹരിതാപമാക്കുക, കുളം ജലസമൃദ്ധമാക്കുക, പൊതുസ്ഥലങ്ങളിൽ പച്ചത്തുരുത്തുകൾ തീർക്കുക എന്നിവയാണ് ഇപ്പോൾ തങ്ങളുടെ മുന്നിലുള്ള ലക്ഷ്യമെന്ന് PU ചന്ദ്രശേഖരൻ പ്രസിഡന്റായും CM രവീന്ദ്രൻ സെക്രട്ടറിയായും പ്രൊഫസർ VV പുരുഷോത്തമൻ ട്രഷററായുമുള്ള തണലിന്റെ നിലവിലെ കമ്മിറ്റി അറിയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.